കുംഭമേള. എന്താണ് ഈ കുംഭമേള? പലപ്പോഴും നാം കേട്ടിട്ടുണ്ട്. എന്താണ് ഈ കുംഭമേളയുടെ കഥ? എവിടെയാണ് ഈ കുംഭമേള നടക്കുന്നത്? എത്ര വർഷം കൂടുമ്പോഴാണ് ഈ കുംഭമേള നടക്കുന്നത്? 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഹൈന്ദവ തീർത്ഥാടന സംഗമമാണ് കുംഭമേള. പ്രയാഗ് രാജ്, ഹരിദ്വാർ, ഉജ്ജൈൻ, നാസിക് എന്നിവിടങ്ങളിലാണ് കുംഭമേള നടക്കുക. അർദ്ധ കുംഭമേള നടക്കുന്നത് 6 വർഷവും എന്നാൽ പൂർണ്ണ കുംഭമേള നടക്കുന്നത് 12 വർഷവും എന്നാൽ മഹാകുംഭമേള നടക്കുന്നത് 144 വർഷവുമാണ്. ഇനി മഹാകുംഭമേള കാണാൻ നമുക്ക് സാധിക്കില്ല. 2013 അവസാനമായി മഹാകുംഭമേള നടന്നത്. ഇനി 2157 അടുത്ത മഹാകുംഭമേള നടക്കുന്നത്. ശ്രീമദ് ഭാഗവതം, വിഷ്ണുപുരാണം എന്നീ ഹൈന്ദവ പുരാണങ്ങളിൽ ദേവന്മാരുടെ ശക്തി വീണ്ടെടുക്കാൻ വേണ്ടി നടത്തിയ പാലാഴി മഥനവുമായി ബന്ധപ്പെടുത്തിയാണ് കുംഭമേളയെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഗരുഡൻ വഹിച്ചിരുന്ന അമൃതകുംഭത്തിൽ നിന്ന് പ്രയാഗ് രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജൈൻ എന്നീ സ്ഥലങ്ങളിൽ ദേവന്മാർക്ക് നിത്യയൗവനം പ്രദാനം ചെയ്യുന്ന അമൃത് തുളുമ്പി വീണു എന്നാണ് വിശ്വാസം. നദികളിലെ സ്നാനമാണ് കുംഭമേളയിലെ പ്രധാന ചടങ്ങ്. ഒരുപാട് സന്യാസികൾ ഈ മേളയിൽ പങ്കെടുക്കുന്നു. അഘോരി സന്യാസിമാരുടെ പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് ഈ കുംഭമേള. പൂർണ്ണ നഗ്നരായ നാഗസന്യാസിമാർ ഈ മേളയിൽ പങ്കെടുക്കുന്നതാണ് മറ്റൊരു സവിശേഷത. ആരാണ് ഈ അഘോരി സന്യാസിമാർ? ആരാണ് ഈ നാഗസന്യാസിമാർ? ഇവർ തമ്മിലുള്ള പ്രത്യേകതകൾ എന്താണ്? അഘോരി സന്യാസികളെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട്. അഘോരി സന്യാസിമാർ അധർമ്മവേദമാണ് കൂടുതൽ പ്രാപ്തമാക്കുന്നത്. ഇതിലൊരു വിദ്യയാണ് കുണ്ഡലി വിദ്യ. അഘോരി സന്യാസിമാർ കൂടുതലും കാണപ്പെടുന്നത് കിന്നര കൈലാസങ്ങളുടെ മലമടക്കുകളിലും ശ്മശാനങ്ങളിലുമാണ് കൂടുതലായി വസിക്കുന്നത്. ഘോരമെന്ന വാക്കിൽ നിന്നുമാണ് അഘോരി എന്ന വാക്കുണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. അഘോരി സന്യാസിമാർ സാക്ഷാൽ മഹാദേവന്റെ ഒരു ഭാഗമായാണ് കണക്കാക്കുന്നത്. അഘോരി സന്യാസിമാരുടെ പ്രത്യേകത ആഹാരമില്ലെങ്കിലും ഒരുപാട് ദിവസം ജീവിക്കാൻ കഴിയുന്നു എന്നതാണ് അവരുടെ മറ്റൊരു പ്രത്യേകത. ലൗകിക ജീവിതം വെടിഞ്ഞ് സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സന്യാസിമാരുടെ ഒരു ഭാഗമാണ് അഘോരി സന്യാസിമാർ. അവർ പച്ചയായ മാംസങ്ങൾ ഭക്ഷിക്കുന്നില്ല. അവർ സമൂഹത്തിലോട്ട് കടന്നു വരുന്നില്ല. എന്നാൽ നാഗസന്യാസിമാർ അങ്ങനെയല്ല. അവർ പച്ചയായ മാംസം ഭക്ഷിക്കുന്നു. ജനസമൂഹങ്ങൾക്കിടയിലാണ് വസിക്കുന്നത്. ഇതിൽ ഒരുപാട് കള്ള സന്യാസിമാർ ഉണ്ടെന്നതാണ് മറ്റൊരു സത്യം. ഈ നാഗസന്യാസിമാരെ ഹരിദ്വാറിലും വാരണാസിയിലും കാണാൻ സാധിക്കുന്നു. ഈ കൂട്ടർ ഗംഗാനദിയിൽ ഒഴുകിയെത്തുന്ന മാംസങ്ങൾ ഭക്ഷിക്കുകയും മനുഷ്യരുടെ തലയോട്ടികൾ, എല്ലുകൾ ഉപയോഗിച്ചുള്ള മാലകളുണ്ടാക്കി സ്വന്തം കഴുത്തിലണിഞ്ഞും ഇവർ അവിടെ വസിക്കുന്നു. എന്നാൽ അഘോരി സന്യാസിമാർ അങ്ങനെയല്ല. രുദ്രാക്ഷങ്ങളും പുലിത്തോലുമാണ് അവരുടെ വസ്ത്രം. അവർ ചിതാഭസ്മങ്ങൾ ദേഹത്ത് പൂശിയും സാക്ഷാൽ മഹാദേവനെ ആരാധിച്ച് വസിക്കുന്നു. 12 വർഷത്തിലൊരിക്കൽ ആഘോഷിക്കുന്ന ഈ കുംഭമേള അവസാനിക്കുന്നത് ഈ വരുന്ന 26-ാം തീയതിയാണ്. ഭക്തിസാന്ദ്രമായ ഈ കുംഭമേളയിൽ എല്ലാവരും പങ്കെടുക്കേണ്ടതാണ്. എല്ലാവരും കുംഭമേള കാണേണ്ടതുമാണ്.